അടിപൊളി ടേസ്റ്റിലുള്ള ചക്കപ്പഴം ഇലയുടെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഹായ് ഫ്രണ്ട്സ്, അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്കപ്പഴം കൊണ്ട് ഇലയുടെയാണ്. ചക്കപ്പഴം ഇലയുടെ തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് ചക്കച്ചുള എടുത്ത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചക്കപ്പഴം ഇലയുടെ തയ്യാറാക്കാം. ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന ചക്കച്ചുളകൾ ചേർത്ത് കൊടുക്കാം. ചക്കച്ചുളകൾ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം. ചക്കച്ചുളകൾ നെയ്യിൽ നല്ലതുപോലെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ശർക്കര ചീകി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഏലക്കയും ജീരകവും പഞ്ചസാരയും കൂടെ പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മധുരമൊക്കെ ഈ സമയത്ത് ചെക്ക് ചെയ്ത് നോക്കാം, പാകത്തിന് മധുരമൊക്കെ ഉണ്ടോയെന്ന്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ വഴണ്ട് സെറ്റായി വന്നിട്ടുണ്ട്. മധുരമൊക്കെ പാകത്തിനുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇത് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇലയടയ്ക്ക് വേണ്ട മാവ് തയ്യാറാക്കാം. ചക്കപ്പഴം ഇലയുടെ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 1 ഗ്ലാസ് വറുത്ത ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളമാണ്. ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് മാവ് നല്ലതുപോലെ കുഴച്ചെടുക്കാം. മാവെല്ലാം നമ്മൾ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇലയുടെ തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മളൊരു ചപ്പാത്തി പലക വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായി നല്ല വൃത്തിയുള്ളൊരു പ്ലാസ്റ്റിക് കവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ബ്രെഡിൻ്റെ കവറാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഉൾഭാഗമാണ് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലായി നമ്മൾ അടയുണ്ടാക്കാനുള്ള വാഴയില വെച്ച് കൊടുക്കാം. ഇനി ഇലയുടെ തയ്യാറാക്കാനുള്ള മാവ് വാഴയിലക്കകത്തോട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ പരത്താതെ വളരെ എളുപ്പത്തിൽ ഇലയുടെ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇനി ഈ കവറ് ഇതിൻ്റെ മുകളിലായി ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായി ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇലയുടെ മാവ് നമ്മൾ നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചക്കപ്പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ചക്കപ്പഴത്തിൻ്റെ മിക്സ് എല്ലായിടത്തേക്കും ഇങ്ങനെ പരത്തി കൊടുക്കാം. ചക്കപ്പഴത്തിൻ്റെ മിക്സൊക്കെ നമ്മൾ നല്ലതുപോലെ പരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഇല ഒന്ന് മടക്കി കൊടുക്കാം. ഇത് കണ്ടോ, ഇതിപ്പം നമ്മൾ ആവിയിലൊന്നും വെച്ചിട്ടില്ല. അതിനു മുമ്പ് തന്നെ നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ കണ്ടോ, അധികം ഒന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമുക്ക് ഈ ഒരു രീതിയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവ് കൊണ്ടും ഇലയുടെ തയ്യാറാക്കി എടുക്കാം. ചക്കപ്പഴ ഇലയുടെ എല്ലാം നമ്മൾ നല്ലതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചക്കപ്പഴം ഇലയുടെ വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ആവി കയറ്റി എടുക്കാം. അങ്ങനെ നമ്മുടെ ചക്കപ്പഴം ഇലയുടെ നല്ലതുപോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ചക്കപ്പഴം ഇലയുടെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്കപ്പഴം ഇലയുടെ റെസിപ്പിയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.